Hello friends, Technique in Malayalam channel like video Swagadam. In the unbox the Asus in flagship smartphone Asus 6Z. Asus 6Z in the actual name is different. Global debut is different name. But in India Asus 6Z ആണ് കാരണം കുറച്ചധികം ഇഷ്യൂസ് ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് ആ ഇഷ്യൂസ് ഒന്നും നമ്മൾ ഇതിനകത്ത് പറയുന്നില്ല പക്ഷേ പുതിയ പേര് Asus 6Z എന്നാണ് അപ്പോൾ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് Asus 6Z ആണ് പക്ഷേ ഈ ബോക്സ് പാക്കേജ് ആക്ച്വലി പഴയ റീറ്റെയിൽ ബോക്സ് ആണ് നമുക്ക് പുതിയ ബോക്സ് കിട്ടിയില്ല അതുകൊണ്ട് നമ്മൾ നെയിം ആക്ച്വലി ബ്ലർ ഔട്ട് ചെയ്തിരിക്കുന്നത് പക്ഷേ Asus 6Z ന്റെ ഫീച്ചേഴ്സും സ്പെസിഫിക്കേഷനും തന്നെ ഒന്നും തന്നെ മാറ്റില്ല ഇന്ത്യൻ വേരിയന്റ് ആണ് Asus 6Z അപ്പോൾ ഇതിൽ Qualcomm Snapdragon 855 octa-core processor 6GB RAM 128GB സ്റ്റോറേജും അതുകൂടാണ്ട് തന്നെ ഫ്ലിപ്പ് ക്യാമറ അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റും മോസ്റ്റ് അട്രാക്റ്റീവ് ആസ്പെക്ട് എന്ന് വേണമെങ്കിൽ പറയാവുന്നത് ഇതിനകത്ത് ഫ്ലിപ്പ് ക്യാമറയാണ് വരുന്നത് അത് Sony IMX 48 megapixel ക്യാമറ തന്നെയാണ് ബാക്കിലും ഫ്രണ്ട് സെൽഫി ക്യാമറയ്ക്കും 48 megapixel ഡുവൽ ക്യാമറയാണ് വരുന്നത് അതാണ് അതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആസ്പെക്ട് നമ്മൾ അതിനെക്കുറിച്ച് പറയാം അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ് ഇത് ആക്ച്വൽ റീറ്റെയിൽ ബോക്സ് അല്ല ഇത് റിവ്യൂസ് ബോക്സ് ആണ് അപ്പോൾ ആക്ച്വൽ ബോക്സിൽ Asus 6Z തന്നെയായിരിക്കും പേര് ZS630KL എന്നാണ് അതിന്റെ പേര് കോഡ് നെയിം അപ്പോൾ ഇതിനകത്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന ബ്ലാക്ക് വേരിയന്റ് ആണ് 6GB RAM 128GB സ്റ്റോറേജും 6.4 inches full HD plus resolution display 48 megapixel Sony IMX 586 sensor 13 megapixel ultra wide angle ക്യാമറയാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ പ്രൈസിംഗ് ഇപ്പോൾ നമുക്കറിയില്ല ജൂൺ 19 ലോഞ്ച് വരുന്നത് അന്ന് നമുക്ക് ഒഫീഷ്യൽ പ്രൈസിംഗും അനൗൺസ് ചെയ്യുന്നതാണ് അപ്പോൾ പ്രോസസ്സറും ഡീറ്റെയിൽസ് ഒന്നും തന്നെ മാറിയിട്ടില്ല പേര് മാത്രമേ മാറിയിട്ടുള്ളൂ Asus 6Z ആണ് ഇന്ത്യൻ വേരിയന്റിന്റെ പേര് അപ്പോൾ നമുക്കതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം അപ്പോൾ ബോക്സ് പാക്കേജ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് മുകളിൽ കാണുന്ന ഒരു സ്മോൾ കേസാണ് ഫ്ലിപ്പ് ക്യാമറ എന്ന് എഴുതിയത് കാണാം അപ്പോൾ ഈ കേസിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം അപ്പോൾ ഒരു സിം ഇജക്റ്റ് പിന്ന് കാണാം പിന്നെ നമുക്ക് കാണുന്നത് ഇതിന്റെ മാനുവൽ വാറന്റി ഇൻഫർമേഷൻ ആണ് കണ്ടില്ലേ ഒരു വലിയ മാനുവൽ തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ വാറന്റി ഇൻഫർമേഷൻ ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് ഒരു കേസാണ് ജനറലി നമ്മൾ TPU കേസാണ് കാണാറ് പക്ഷേ ഇതൊരു ഹാർഡ് കേസാണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പ്രൊട്ടക്ഷൻ തരുന്ന ഒരു കേസാണ് ഫ്ലിപ്പ് ക്യാമറേന്റെ കട്ട് കണ്ടില്ലേ നിങ്ങൾ ഇതാണ് ഫ്ലിപ്പ് ക്യാമറയെ കുറിച്ച് നമുക്ക് ഒന്നുകൂടി വിശദമായി പറയാം പിന്നെ കാണുന്നത് ഡിവൈസ് ആണ് അപ്പോൾ ഇതാണ് Asus 6Z അപ്പോൾ ഫ്ലിപ്പ് ക്യാമറയാണ് നിങ്ങൾക്ക് കാണാം അപ്പോൾ ഓവറോൾ നല്ലൊരു ഫിനിഷുള്ള ഒരു പ്രീമിയം ലുക്കിംഗ് സ്മാർട്ട് ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇത് ഗ്ലാസ് ഫിനിഷ് ആണ് ഗോറില്ല ഗ്ലാസ് 6 ആണ് ഫ്രണ്ടിലും ബാക്കിലും വരുന്നത് Asus ബ്രാൻഡിങ് കാണാം ഫിംഗർ പ്രിന്റ് സ്കാനർ ബാക്ക് പാനലിലാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ 48+13 megapixel റിയർ ക്യാമറയാണ് വരുന്നത് പിന്നെ സൈഡ് പാനൽ നിങ്ങൾക്ക് കാണാം പവർ ബട്ടൺ ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് പിന്നെ വോളിയം റോക്കർ കീസും ഒരു സ്മാർട്ട് കീ ഇൻക്ലൂഡഡ് ആണ് പിന്നെ ബോട്ടം സെക്ഷനിലാണ് 3.5mm ഓഡിയോ ജാക്കും USB ടൈപ്പ് സി പോർട്ടും സ്പീക്കർ യൂണിറ്റും ആണ് കൊടുത്തിട്ടുള്ളത് ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ഒരു സിം ട്രേ ആണ് സിം ട്രേ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഡെഡിക്കേറ്റഡ് SD കാർഡ് സപ്പോർട്ട് ഉണ്ട് അത് സാധാരണ നമ്മൾ ഫ്ലാഗ്ഷിപ്പിൽ കാണാത്തതാണ് ഡെഡിക്കേറ്റഡ് SD കാർഡ് സപ്പോർട്ട് അപ്പോൾ ഇതൊക്കെയായിരുന്നു ഡിവൈസിന്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഇതിന് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫ്ലിപ്പ് ക്യാമറ തന്നെയാണ് ഫ്ലിപ്പ് ക്യാമറയെ കുറിച്ച് നമ്മൾ പറയാം അതിനു മുമ്പ് നമുക്ക് ബാക്കി എന്തൊക്കെയാണ് ഡിവൈസ് ബോക്സിനകത്ത് വരുന്നതും കൂടി നോക്കാം അപ്പോൾ ബോക്സിനകത്ത് കാണാവുന്നത് ഒരു USB ടൈപ്പ് സി കേബിളാണ് ഡേറ്റ ചാർജിങ് ആൻഡ് സിങ്കിങ്ങിന് വേണ്ടിയിട്ടുള്ള USB ടൈപ്പ് സി കേബിളാണ് പിന്നെ ഒരു അഡാപ്റ്ററാണ് അഡാപ്റ്ററിന്റെ വോൾട്ടേജ് റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ 18 watt ഫാസ്റ്റ് ചാർജിങ് ആണ് അതായത് Qualcomm QC 4.0 സപ്പോർട്ടുള്ള ഒരു അഡാപ്റ്ററാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ബോക്സിനകത്ത് വരുന്നത് ഒരു ഇയർഫോൺ ആണ് നല്ലൊരു ക്വാളിറ്റി ഇയർഫോൺ ആണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇയർഫോൺ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നമ്മൾ എങ്ങനെയുണ്ടെന്നും കൂടി പറയുന്നതാണ് റിവ്യൂ പറയുമ്പോൾ പിന്നെ അഡീഷണൽ ഇയർ ടിപ്സും ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ ഇതൊക്കെയാണ് ബോക്സിനകത്ത് വരുന്നത് ഇനി നമുക്ക് ആക്ച്വൽ Asus 6Z ഒന്ന് നോക്കാം അപ്പോൾ നമ്മൾ Asus 6Z ബൂട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ബൂട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം നല്ലൊരു ഗുഡ് ലുക്കിംഗ് സ്മാർട്ട് ഫോൺ ആണെന്ന് വേണമെങ്കിൽ പറയാം ഇതിനകത്ത് 6.4 inches ഫുൾ HD പ്ലസ് റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ് ഡിസ്പ്ലേ ക്വാളിറ്റി വളരെ മികച്ചൊരു ഡിസ്പ്ലേ ക്വാളിറ്റിയാണ് കാരണം നല്ല കളേഴ്സും നല്ല വ്യൂയിങ് ആംഗിൾസും ആണ് ടച്ച് റെസ്പോൺസും വളരെ സ്മൂത്ത് ആണ് പിന്നെ അതുകൂടാണ്ട് തന്നെ ഗോറില്ല ഗ്ലാസ് 6 സപ്പോർട്ടും ഇൻക്ലൂഡഡ് ആണ് ഇതൊരു IPS LCD പാനലാണ് നല്ല ബ്രൈറ്റ്നസ് ലെവൽസും വരുന്നുണ്ട് നല്ല കളേഴ്സും നല്ല വ്യൂയിങ് ആംഗിൾസും ആണ് പിന്നെ ഇതിന്റെ സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനകത്ത് വരുന്നത് Android 9.0 ആണ് സ്റ്റോക്ക് ആൻഡ്രോയിഡ് പോലത്തെ ഒരു UI ആണ് Asusന്റെ കസ്റ്റം UI ആണ് അപ്പോൾ സ്റ്റോക്ക് ആൻഡ്രോയിഡ് പോലെ തന്നെ നിങ്ങൾക്ക് കാണാം സെറ്റിംഗ്സ് പാനലിൽ പോയി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സ്റ്റോക്ക് ലൈക്ക് UI ആണ് വരുന്നത് പിന്നെ ഇതിനകത്ത് അഡീഷണൽ ഓപ്ഷൻസ് ഉണ്ട് അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത കാരണം നമ്മൾ അഡ്വാൻസ് സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ മൊബൈൽ മാനേജർ ഗെയിമിംഗ് ജീനി ട്വിൻ ആപ്പ് സപ്പോർട്ട് OptiFlex എന്ന് പറഞ്ഞത് പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് അതേപോലെ ജസ്റ്റ് സപ്പോർട്ട് ഉണ്ട് 1 handed മോഡ് സ്ക്രീൻ റെക്കോർഡർ പിന്നെ പോക്കറ്റ് മോഡ് ഗ്ലൗസ് മോഡ് അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ ഇതൊന്നും സാധാരണ സ്റ്റോക്ക് ആൻഡ്രോയിഡിൽ വരുന്ന ഒരു ഫീച്ചേഴ്സ് അല്ല അത് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് പക്ഷേ ലുക്സ് വൈസ് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് ആൻഡ്രോയിഡ് പോലെ തന്നെയാണ് എല്ലാം തന്നെ വരുന്നത് ഇനി ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ആസ്പെക്ട് ആണ് നമ്മൾ പറയാൻ പോകുന്നത് ഇതിന്റെ ഫ്ലിപ്പ് ക്യാമറ അപ്പോൾ ക്യാമറ UI തുറന്നു കഴിഞ്ഞിട്ട് നമ്മൾ
ക്യാമറ ഫ്രണ്ട് ക്യാമറയ്ക്ക് ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, അതാണ് ഫ്ലിപ്പ് ക്യാമറ. അത് കണ്ടില്ലേ, നിങ്ങൾക്ക് വളരെ ക്ലോസ് ആയിട്ട് കാണുന്നുണ്ട് കഴിഞ്ഞാൽ ഇതൊരു 48 മെഗാ പിക്സൽ സെൻസർ പ്ലസ് 13 മെഗാ പിക്സൽ സെൻസറാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ റിയർ ക്യാമറ തന്നെയാണ് ഫ്രണ്ട് ക്യാമറ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഫ്ലിപ്പ് ക്യാമറ എന്ന് പറഞ്ഞാൽ ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ആണ്. കാരണം നമ്മൾ പൊതുവേ സെൽഫി ക്യാമറ ഒരു ഡിഫറെൻ്റ് ആണ് വരാറ്, പക്ഷേ റിയർ ക്യാമറേൻ്റെ അതേ പെർഫോമൻസ് നമുക്ക് സെൽഫി ക്യാമറയിലും കിട്ടും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ്. പിന്നെ ഇതിനകത്ത് നമുക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഫ്ലിപ്പ് ക്യാമറ വെച്ച് നമുക്ക് ഏത് ആംഗിളിൽ വേണമെങ്കിൽ ഷൂട്ട് ചെയ്യാം. നിങ്ങൾ കണ്ടില്ലേ, ഇപ്പോൾ ഏത് ആംഗിളിൽ വേണമെങ്കിൽ നമുക്ക് ക്യാമറ റൊട്ടേറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ വെച്ചിരുന്ന ആംഗിൾ ഉണ്ടല്ലേ, ഒരു സ്ലാൻഡിങ് ആംഗിളാണ്. അപ്പോൾ ഏത് ആംഗിളിൽ വേണമെങ്കിൽ നമുക്ക് ഷൂട്ട് ചെയ്യാം, ക്യാമറ വെക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത. പിന്നെ നമുക്ക് ഇതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സും ഓപ്ഷൻസും തന്നെ വരുന്നുണ്ട്. വീഡിയോ റെക്കോർഡിങ്ങിൽ 4K 60 FPS സപ്പോർട്ടഡ് ആണ്. പ്രോ മോഡ്, പോർട്രേറ്റ് മോഡ് എല്ലാം തന്നെ ഇൻക്ലൂഡഡ് ആണ്. HDR മോഡ്. അപ്പോൾ ക്യാമറയെ കുറിച്ച് നമ്മൾ വിശദമായി പിന്നീട് പറയുന്നതാണ്. പക്ഷേ ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു ക്യാമറ സെറ്റപ്പാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. കാരണം നമുക്ക് 48 മെഗാ പിക്സൽ റിയർ ക്യാമറ ഫ്രണ്ടിലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് ക്യാമറ സാമ്പിൾസ് Asus 6 നമ്മൾ എടുത്തത്. ഡീറ്റെയിൽ ക്യാമറ റിവ്യൂ നമ്മൾ പിന്നീട് പോസ്റ്റ് ചെയ്യുന്നതാണ്. ഇനി Asus 6 വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന്റെ ബാറ്ററി ലൈഫാണ്. 5000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. ക്വാൾകോം QC 4.0 സപ്പോർട്ടും ഉണ്ട്. 5000 mAh എന്ന് പറഞ്ഞാൽ നമുക്കൊരു 2 ദിവസമൊക്കെ ഈസിലി ലാസ്റ്റ് ചെയ്യുന്ന ഒരു കപ്പാസിറ്റി ബാറ്ററിയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ബാറ്ററി പെർഫോമൻസിനെ കുറിച്ച് നമ്മൾ വിശദമായി പിന്നീട് പറയുന്നതാണ്. പക്ഷേ ഓവറോൾ നമ്മൾ ഇനീഷ്യൽ ടെസ്റ്റിംഗിൽ നല്ലൊരു ഇംപ്രസീവ് ബാറ്ററി പെർഫോമൻസ് ആയിരുന്നു നമുക്ക് കിട്ടിയത്. അപ്പോൾ അതായിരുന്നു ബാറ്ററിയെ കുറിച്ച് പറയുകയാണെങ്കിൽ. അപ്പോൾ ഓവറോൾ Asus 6 നല്ലൊരു പവർഫുൾ ഹാർഡ്വെയറും ഫീച്ചേഴ്സും തരുന്ന ഒരു ഫോണാണ്. കാരണം ഇതിൽ ക്വാൾകോമിന്റെ 855 ഒക്ടകോ പ്രോസസ്സറാണ്. 6GB റാമും 128GB സ്റ്റോറേജും ഫുൾ വ്യൂ ഡിസ്പ്ലേ ആണ് വരുന്നത്. 6.4 ഇഞ്ചസ്. പിന്നെ 5000 mAh ബാറ്ററിയാണ്. പക്ഷേ പ്രൈസിംഗ് അനൗൺസ് ചെയ്തിട്ടില്ല. പ്രൈസിംഗ് ജൂൺ 19 അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ പ്രൈസിംഗ് എക്സ്ട്രീംലി കോമ്പറ്റീറ്റീവ് ആവാനുള്ള ചാൻസ് നമ്മളൊരു 30-35 റേഞ്ചിലാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ അനൗൺസ് ചെയ്താൽ തന്നെ നമുക്ക് കൃത്യമായ പ്രൈസിംഗ് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതായിരുന്നു Asus 6 ഒരു അൺബോക്സിംഗ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.